ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ച് സംഘർഷഭരിതമായി. CJP നേതാവ് അഭിജിത് ദീപ് കെ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് CJP അറിയിച്ചെങ്കിലും ഇക്കാര്യം സർക്കാർ നിഷേധിച്ചു. ആവശ്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന് നഡ്ഡ ഉറപ്പ് നൽകിയെന്നായിരുന്നു CJP പ്രതിനിധികൾ പറഞ്ഞത്. പ്രതിഷേധം പലപ്പോഴും കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിന് പലതവണ കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു, ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു. പാർലമെന്റിന് തൊട്ടരികിൽ വരെ ഈ പ്രതിഷേധം എത്തുന്ന സാഹചര്യമുണ്ടായി. ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരിക്കൽ പിരിഞ്ഞുപോയ വിദ്യാർത്ഥികൾ വീണ്ടും മടങ്ങിയെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമേ ഇപ്പോൾ ദൂരത്തിലുള്ളൂ. അവിടെയാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം നമ്മൾ കാണുന്നത്. എന്തായാലും അവർ അംബേദ്കറിന്റെ എല്ലാം ദൃശ്യങ്ങൾ ഉയർത്തിയാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജ് ഉണ്ടാകുന്നു. പോലീസും അവരാൽ കഴിയുന്ന ഭാഗത്ത് സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നുണ്ട്. പക്ഷെ പാർലമെന്റാണ് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഭാഗത്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും പോലീസിനും ഇത് കാണാതിരിക്കാനാകില്ല. ചർച്ചകൾക്കായി പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ആ ചർച്ചകളൊന്നും നടക്കാതെ വന്നതോടെ ഇവരുടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെയാണ് ഇപ്പോഴെന്തായാലും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. പല ഘട്ടത്തിലും അക്രമാസക്തമാകുന്ന സാഹചര്യം, പോലീസിനെതിരെ കല്ലേറുണ്ടാകുന്ന സാഹചര്യം. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ ടിയർ ഗ്യാസ് അവർക്കെതിരെ പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. ലാത്തി ചാർജും മാരകമായ രീതിയിൽ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ പ്രയോഗിക്കുന്നു. പലപ്പോഴും ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ പ്രതിഷേധിക്കുന്ന എല്ലാവരെയും നീക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധം ഉണ്ടാകുന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥർക്കും നെയിം പ്ലേറ്റ് ഇല്ല എന്ന ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരമൊരു സ്വാഭാവികമായ സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് നെയിം പ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി എന്തായാലും പ്രതിഷേധിക്കുന്നവർ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ എനിക്ക് പിന്നിൽ കാണുന്ന ആ ഒരു കെട്ടിടത്തിന്റെ അപ്പുറത്ത് മറ്റൊരു ടിയർ ഗ്യാസ് വന്ന് വീണിരിക്കുന്നു. വളരെ തൊട്ടടുത്ത് തന്നെ ടിയർ ഗ്യാസ് വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ടിയർ ഗ്യാസ് പോലീസ് വ്യാപകമായി പ്രയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ ലാത്തി ചാർജ് നടത്തി പിരിച്ചുവിട്ട സ്ഥലത്താണ് വീണ്ടും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സംഘടിച്ചെത്തുകയും പോലീസിന് ഇവിടെ ബലം പ്രയോഗിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഈ ടിയർ ഗ്യാസ് പ്രയോഗം വ്യാപകമായ മൂക്കിലുമെല്ലാം എരിച്ചിലുണ്ടാക്കുന്ന, തൊലിപ്പുറത്ത് ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നിരുന്നാൽ തന്നെയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അത് തിരിച്ച് പോലീസിന്റെ ആ വാഹനത്തിന് താഴേക്ക് തന്നെ ഇട്ട കാഴ്ചയാണ് കാണുന്നത്. ഇതേ രീതിയിലാണ് ടിയർ ഗ്യാസ് തിരിച്ച് പോലീസിനിടയിലേക്ക് തന്നെ പ്രയോഗിക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രത്യാക്രമണം പോലീസ് നേരിടുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ടിയർ ഗ്യാസ് പ്രയോഗം രാവിലെ മുതൽ ആരംഭിച്ചതാണ്. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് പാർലമെന്റിന്റെ തൊട്ടു മുൻപിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് തൊട്ടു മുൻപിൽ പോലീസ് ഇത്തരത്തിൽ തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ വെച്ചുകൊണ്ടായാലും അല്ലെങ്കിൽ മറ്റ് ഏതൊരു പൊതുജനങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ടായാലും വിദ്യാർത്ഥികളെ നേരിടുന്നതിൽ ഒട്ടും ദയാദാക്ഷിണ്യം കാണിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും നിലവിൽ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ വിദ്യാർത്ഥികൾ ഒരിക്കൽ പിരിഞ്ഞുപോയി വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ച കൂടി നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.